കൊല്ലത്ത് ഞാൻ നല്ല മട്ടനും വെട്ടുകേക്കും കിട്ടുന്ന കടയാണ് 1948 സ്ഥാപിതമായിട്ടുള്ള കേരളപുരത്തെ എഴുത്താണിക്കട. കൊല്ലത്ത് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ വന്നത് എഴുത്താണിക്കടയിലാണ്. 7:30 എത്തിയപ്പോഴത്തേനും സാധനം ആയിട്ടുണ്ടെന്നില്ല, അതുകൊണ്ട് തന്നെ 8 ആവും തുറക്കാനെന്നാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാകുന്നത്. 78 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കടയിൽ വെട്ടുകേക്ക് ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രത്തോളമൊക്കെ പോകുന്നുള്ളൂ. പക്ഷേ ഇതിന് നല്ല ഫാനുള്ള ഏകദേശം 4500 വെട്ടുകേക്ക് ഒരു ദിവസം പോകണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ കട തുറന്ന ഉടനെ ആയതുകൊണ്ട് തന്നെ പൊറോട്ട ആയിക്കൊണ്ടിരിക്കണുള്ളൂ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ചൂസ് ചെയ്തത് വെള്ളപ്പായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളപ്പം ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വെള്ളപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം പപ്പടം കിട്ടിയിരുന്നു, പിന്നെ മട്ടൻ കറി. ഇതിന് 250 രൂപ കേട്ടോ ഈ ഒരു പ്ലേറ്റിന് വരുന്നത്. പിന്നെ ആ കണ്ടത് നമ്മളെ താറാമുട്ടക്കറിയാണ്. നമ്മുടെ നാട്ടിൽ മുട്ടക്കറി എന്ന് പറയുമ്പോൾ നേരെ കോഴിമുട്ടൽ കിട്ടുക. ഇവിടെ ഈ കൊല്ലം ഈ ഭാഗത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മുട്ടക്കറിക്ക് പ്രാധാന്യം കൊടുക്കുന്ന താറാമുട്ടക്ക. അതിന് 40 രൂപയായിട്ട് വന്നിട്ട് കറികൾക്കൊക്കെ ചുമന്ന കളർ കണ്ടിട്ട് അത് ഓവറായിട്ട് എരിവുണ്ടെന്ന് വിചാരിക്കേണ്ട. അന്ന് നോർമലി നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തുള്ള എരിവുള്ളത്. പിന്നെ ഇവിടുത്തെ കോമ്പിനേഷൻസ് ഒരു വെറൈറ്റി ആട്ടോ. ഈ മട്ടൻ കറിയും പപ്പടും അതുപോലെ തന്നെ മട്ടൻ കറിയും വെട്ടുകേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ കറി കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ വീണ്ടും കറി വേണമെന്ന് വെച്ചിട്ട് അവർ വന്നിട്ടുണ്ടാകും കേട്ടോ. അത് നമുക്ക് സാലന അവർ കൊടുന്നു തരും. കട തുറക്കുന്ന ടൈം വരെ ഞങ്ങൾ മാത്രമേ ഉണ്ടാകുന്നു. കട തുറന്നു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാകുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കോയിൻസ് പൊറോട്ട പോലുള്ള ചെറിയ പൊറോട്ട ഉണ്ടാകുന്നത്. എനിക്ക് പൊറോട്ടനേക്കാൾ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വെള്ളപ്പം മട്ടൻ കറിയായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ അത്ര ഒരു വെട്ടുകേക്കിന് അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടാകും. ഈ കാണുന്ന ചമ്മട്ടി ഫുള്ള് വെട്ടുകേക്കായിരുന്നു. അത് 10 മിനിറ്റ് കൊണ്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടോ. പാർസൽ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ കൊണ്ടുപോകുന്നുണ്ട്. ആഴമുള്ള അഷ്ടമുടിക്കാൽ നടുവിലെ കച്ചവടം, പൊളി വൈബ്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആസ്വദിച്ച് ഇരിക്കാൻ പറ്റിയ ഒരിടം. എവിടെ നിങ്ങൾക്ക് അറിയണം. അതിന് മുന്നേ നമ്മളെ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് ഒപ്പം കൂടിക്കോളി. നമുക്ക് അതൊരു ഊർജ്ജമാണ്. 150 രൂപ കൊടുത്തിട്ട് നമ്മളെ സാമ്പ്രാണിക്കൊടിക്ക് പോണ ഒരു ട്രിപ്പാണെന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോട്ടോ. സാമ്പ്രാണിക്കൊടി വന്നു കഴിഞ്ഞാൽ DTPCയുടെ ടെർമിനൽ 1 2 3 പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. ഒരാൾക്ക് 150 രൂപയാണ് വരുന്നത്. ബോട്ടിൽ മിനിമം 7 ആൾ ആവുന്നത് വരെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടുന്ന് നമ്മളെ ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് 10 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ തുരുത്തിൽ എത്താൻ പറ്റും. നല്ല ആഴമുള്ള അഷ്ടമുടിക്കാൽ നടുവിലെ ചെറിയൊരു തുരുത്ത് ഐലൻഡാണ് ഈ സാമ്പ്രാണി. 1 മണിക്കൂറാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ പലതരം ബോട്ടുകൾ നമ്മളെ സമീപിക്കും. പുറത്തെല്ലാം ചുറ്റി കാണാൻ വേണ്ടിയിട്ട് കണ്ടൽക്കാട് കാണാൻ. അതിന് എക്സ്ട്രാ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാം. ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞെരേണി വരെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം എല്ലായിടത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ മുട്ടുകാലിൻ്റെ മുകളിലെ വെള്ളം ഉണ്ടാവുള്ളൂ. ഇതിന് ചുറ്റുപാത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും. കൊല്ലത്ത് വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് രുചിക്കുളം പഴങ്കഞ്ഞിക്കട കേട്ടോ. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ 3 മണിക്ക് മുന്നായിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ പഴങ്കഞ്ഞി നിങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾ എത്തിപ്പെട്ടത് 3 മണിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ചോറ് പോലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടാകുന്നില്ല കേട്ടോ. 2 ഐറ്റം കൂട്ടാനും ഒരു മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് കടുക്ക ഫ്രൈ പറഞ്ഞിട്ട് അതിനും 2 ചോറിനും കൂടി 210 രൂപ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കൊല്ലത്തെ രുചിക്കുളം പഴങ്കഞ്ഞിക്കട. ചങ്ങായി ഇതൊരു മുതലാട്ടോ. ഇതാണ് കല്ലു സോഡ അതോ കള്ളു സോഡ, എന്താണ് എനിക്ക് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ അറിയാം. എന്തായാലും ഇത് ഞാൻ കുടിച്ചോക്കുമ്പോൾ ഇതിൻ്റെ അഡിക്റ്റായി. നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊല്ലത്ത് ആശ്രമ റോഡിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള കല്ലു സോഡ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. സംഭവം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫാനായി. വെൽ നീറ്റിലായിട്ട് അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെ അടിപൊളിയായിരുന്നു. ഗ്ലാസ് നിരത്തി വെച്ചിട്ട് അതിൽ സർബത്ത് ഒഴിച്ചിട്ട് പിന്നെ ഫുൾ നാരങ്ങ എല്ലാവരും നല്ല പോലെ പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാന്ന് തോന്നുന്നു ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സോഡയും. ഇതാണ് കല്ല് സോഡ. എനിക്ക് തോന്നുന്നു ഗോലി സോഡക്കാണോ കല്ല് സോഡ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും അതും നല്ല പോലെ എല്ലാത്തിലും നല്ല പോലെ ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അതാണ് അതിന് ഇത്രയും ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഞാൻ പിന്നെ ഇതിൽ ഇവിടുന്ന് ഇവരെ സ്പെഷ്യലിൽ ഒരുപാട് ഐറ്റംസുകൾ കേട്ടോ. സ്പെഷ്യലായിട്ടുള്ളത് മുന്തിരിയും പൈനാപ്പിളും ഉണ്ട്. പൈനാപ്പിളും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ 30 രൂപയുടെ ആ കല്ലു സോഡ. വേറെയും കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് സർബത്തിൽ. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോലാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയണേ. ചെങ്ങമരങ്ങൾ കൊല്ലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ ഷാർജ കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകൾ കൊല്ലത്തുണ്ട്. അതെന്തായാലും നിങ്ങൾ കുടിക്കാൻ മറക്കരുത്. സംഭവം അടിപൊളി. നമ്മൾ വിസിറ്റ് ചെയ്ത് കടമ്പക്കട അമർജ്യോതി സിൽക്സിന് നേരെ ഓപ്പോസിറ്റുള്ള സോമൻ സ്റ്റോറിലാട്ടോ. കിട്ടിയ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ 10 മാത്രമേ കേട്ടോ ഗ്ലാസ് കിട്ടുക. 20, 30, 50 ഉണ്ട്. ഇവർ നല്ല പൂവമ്പഴത്തിൽ ബൂസ്റ്റും നല്ല കട്ട പാലൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് സ്പോട്ടിൽ തന്നെ നല്ല തിക്ക് ക്വാണ്ടിറ്റി അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഗാർണിഷിനും വേണ്ടിയിട്ട് സിറപ്പ് ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്പോട്ടുകൾ ഇവിടുന്ന് 2 ഗ്ലാസ് അതിൻ്റെ ടേസ്റ്റോടെ കുടിച്ചിട്ടുണ്ടാവും. ഓൾറെഡി വേറെ ഫില്ല് എന്നിട്ട് ഞാനൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എവിടുന്ന കുടിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ചെങ്ങമരങ്ങൾ കൊല്ലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ യമണ്ടൻ ഗ്ലാസ്സിൽ 50 രൂപക്ക് നല്ല ജ്യൂസ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. നമ്മൾ ആ ഗ്ലാസ്സിലത്തെ കഴിഞ്ഞ ബാലൻസ് വരുന്ന ജ്യൂസും കൂടി നമുക്ക് കുടിച്ചിട്ട് വയറ് നിറച്ച് പോകാൻ പറ്റിയ ഒരു സ്പോട്ടൊക്കെ നമ്മൾ വന്നിട്ടുള്ളൂ കേട്ടോ. കൊല്ലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പൊളയത്തോട് പമ്പിന്റെ തൊട്ടടുത്തുള്ള ഈ ജ്യൂസ് കടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ്, അത് സോഡ ഐറ്റംസും ജ്യൂസും ഷേക്സും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമ്മളിവിടെ വന്നിട്ട് ട്രൈ ആക്കിയത് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ജിന്നു സോഡ. നല്ല നെല്ലിക്കും ഇഞ്ചിയും കുക്കുംബറൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് അതിൽ സോഡ ഒഴിച്ചിട്ടുള്ള ഒരു സംഭവം കളിക്കുന്ന കുടിച്ചിട്ട് വയറാണ്. ഈ കാണുന്ന ഫ്രഷ് ഐറ്റംസുകളുകൊണ്ട് നിങ്ങൾക്ക് ജ്യൂസും ഷേക്സും എല്ലാം കിട്ടുട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് എന്തായാലും വയറ് നിറയും. അപ്പം മസ്റ്റ് ട്രൈ, നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്തോളി. നിങ്ങൾക്ക് ഒരിക്കലും പൈസ പോകുന്നുള്ളത് ചിന്തിക്കണ്ട. ഞാൻ ഈ കുടിച്ച ജിന്നു സോഡ അല്ലേ അതിഗംഭീരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിലേക്ക് ഈവനിങ് ആയി കഴിഞ്ഞാൽ നല്ല തിരക്കാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് വയറ് നിറച്ച്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം പൊളയത്തോട് പമ്പിന്റെ അടുത്തുള്ള നിജാദ് ജ്യൂസ് ഷോപ്പ്.